السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. സദഖല്ലാഹുൽ അലിയുൽ അലീം. കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ്, നമ്മുടെ നായകൻ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ മഹത്തായ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, ഉമറാക്കൾ, പണ്ഡിത ബിരുദാധികൾ, ഏറ്റവും സ്നേഹമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, ഈ ഒത്തുചേരുന്ന ഒരു സാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റേജിൽ വാഫി കോളേജുകളുടെ ഉസ്താദുമാരും പ്രിൻസിപ്പൽമാരും ബഹുമാനപ്പെട്ട ഹക്കീം ഫൈലി അടക്കമുള്ള ധാരാളം ആളുകൾ ഒത്തുചേർന്ന ഈ സദസ്സിൽ അല്പം താമസമാണ് വന്നെത്താൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട മർഹൂം എ പി ഉസ്താദിനും എനിക്കും അട്ടപ്പാടിയിൽ നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടി, ഒരു സ്വീകരണം, അദ്ദേഹം വഫാത്തായപ്പോ ആ പരിപാടി നിർത്തിവെക്കണമെന്നും വേണ്ടാന്നുള്ള തർക്കം, ചർച്ച. ഏതായാലും അദ്ദേഹത്തിന്റെ മേൽ ഒരനുസ്മരണം രേഖപ്പെടുത്തുകയും തനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ പരിപാടി നടത്തണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അവിടെ പോൽ നിർബന്ധമായത്. റോഡ് വളരെ മോശമായതുകൊണ്ട് 20 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. ഇത്രയും പറഞ്ഞത് ചെറിയ രോഗം എന്റെ അടുക്കലുണ്ട് എന്ന് അറിയിക്കാനാണ്, ഒരന്തം ചെയ്ത കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷം പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദ്യത്തെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അവസാനത്തെ പ്രവാചകൻ ശഫീഉന റസൂലുള്ളാഹി തങ്ങളവറുകൾ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു 10 ഏടുകൾ നൽകി. ആ 10 ഏടുകൾ അനുസരിച്ച് ആദം നബി അലൈഹിസ്സലാമും തന്റെ മക്കളും 800 വർഷക്കാലം ആ കിതാബിന്റെ, ചെറു കിതാബിന്റെ അല്ലെങ്കിൽ ഏടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. ഏതൊരു നബിക്കും അല്ലാഹു നബുവത്ത് നൽകി, അപ്പോഴാണല്ലോ നബിയാവുന്നത്. പക്ഷെ വെറും ഒരു നബുവത്ത് മാത്രമല്ല, അതോടുകൂടി അവരുടെ കയ്യിലൊരു രേഖയും, ആ രേഖയാണ് ഏടുകൾ. 100 ഏടുള്ളൂവെങ്കിലും ആ 100 ഏട് കിതാബ് കിട്ടാത്ത എല്ലാ അമ്പിയാക്കന്മാർക്കും രേഖയായി നിശ്ചയിച്ചിരിക്കുകയാണ്. കിതാബ് നൽകപ്പെട്ട ആളുകൾ ആ കിതാബും അവർക്ക് മാത്രമല്ല. മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത്, ആ തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് മാത്രമല്ല. യാ യഹ്യാ ഖുദിൽ കിതാബ്, യഹ്യാ നബി നിങ്ങൾ കിതാബ് കൈപ്പറ്റണം, ശക്തമായ നിലയിൽ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ കിതാബ് തൗറാത്ത. അപ്പോ യഹ്യാ നബി അലൈഹിസ്സലാമിന് കൊടുത്തതും തൗറാത്താണ് എന്നർത്ഥം.
യഹ്കുമു ബിഹൻ നബിയ്യൂൻ, ആയിരക്കണക്കിൽ അമ്പിയാക്കന്മാർ ബനി ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ആ ആളുകൾക്ക് മുഴുവനും കിതാബായി അല്ലാഹു നൽകിയത് തൗറാത്ത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ശഫീഉന റസൂലുള്ളാഹി തങ്ങളവർക്ക് നൽകപ്പെട്ടത് ഫുർഖാനുൽ അലീം, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മറ്റ് കിതാബുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് അതിന്റെ അവതരണം, രൂപം ഇറക്കപ്പെട്ടത്. 13 വർഷക്കാലം മക്കത്തും 10 വർഷക്കാലം മദീനത്തുമായി തങ്ങൾ പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. 13 വർഷക്കാലത്ത് ഉള്ളതിലേറെ ആളുകൾ 10 വർഷക്കാലം മദീനത്ത് ഉള്ളപ്പോഴാണ്. ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കാനായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ സജ്ജമാക്കി. കൂടാതെ മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഒരു പ്രാവശ്യമാണ് നൽകിയിട്ടുള്ളത്. ആ തൗറാത്ത് പോലെയല്ല പരിശുദ്ധ ഖുർആൻ, ഓരോ വർഷവും ഓരോ ഇറക്കം. അപ്പോ അതിന്റെ ഇറക്കം പല പ്രാവശ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആവർത്തിച്ച് ഓരോ റമദാൻ മാസം വരുമ്പോഴും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വരും. എന്നിട്ട് ഫൈദാരിസുൽ ഖുർആൻ, ഖുർആന്റെ കാര്യം റസൂലുള്ളാഹിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. റസൂലുള്ളാഹിക്ക് ജിബ്രീൽ ഓതി കേൾപ്പിച്ചു കൊടുക്കും, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ടും ഓതി കേൾപ്പിച്ചു കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. 23 വർഷക്കാലം അങ്ങനെ നിലനിന്നു. അതിനിടയിൽ ഏതൊരു യാത്ര തങ്ങൾ ചെയ്യുകയാണെങ്കിലും തങ്ങളോടുകൂടി യാത്രയിൽ സഹാബിമാരുണ്ട്. യുദ്ധത്തിന് പോവുകയാണെങ്കിൽ യുദ്ധം പരിചയമില്ലാത്തവരും യുദ്ധത്തിന് സാധ്യമല്ലാത്തവരും, എന്നാൽ പരിശുദ്ധ വഹി മനസ്സിലാക്കാൻ പറ്റിയവരും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ളവരുമായ ആളുകൾ തങ്ങളുടെ കൂടെ തന്നെ. അങ്ങനെ ഈ പരിശുദ്ധ ഖുർആന് ഒരു വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലാതെ മാറ്റമില്ലാതെ എത്തിച്ചു കൊടുത്തു. സകല ആളുകൾക്കും ആവശ്യമായ ഉപദേശങ്ങൾ അതിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ യാത്ര, ഹജ്ജ് യാത്ര, അതിനുവേണ്ടി പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ ഹജ്ജിന് പുറപ്പെടുന്നു എന്ന വിവരം അറിയിച്ചപ്പോൾ മദീനയിൽ നിന്നും മദീനത്തിന്റെ പരിസരത്തു നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ തങ്ങളോടുകൂടെ പോകാൻ തയ്യാറായി. കിതാബുൽ ഹജ്ജിൽ ഇമാം മുസ്ലിം തങ്ങളവറുകളും സിഹാഹ് സിത്തയിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ ഹജ്ജിൽ പ്രോത്സാഹനം നൽകിയതുകൊണ്ട് തങ്ങൾ അവരോട് പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 10 മാസം ഗർഭമായ സ്ത്രീകൾ വരെ തങ്ങളോടുകൂടി പുറപ്പെട്ടു. വഴിയിൽ വെച്ച് പ്രസവിച്ചവരുണ്ട്, ഹജ്ജിനിടയിൽ പ്രസവിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസവം അടുത്ത സ്ത്രീകൾ വരെ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു എന്നർത്ഥം. ഇരുപത്തിമൂന്ന് വർഷക്കാലം തങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുക ഹജ്ജത്തുൽ വിദായിൽ തങ്ങൾ പറഞ്ഞു. അത് 8 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അതിന്റെ ആകത്തുക അതിലുണ്ട്. അതിനു മുമ്പ് എല്ലാ സഹാബിമാർക്കും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. മൂന്ന് സ്ഥലത്ത് വെച്ച് തങ്ങൾ പ്രധാനമായ ഈ പ്രസംഗം നടത്തി. മേറ്റർ ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. ഒന്നാമത്തത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ എന്ന് പറയുന്ന അൽ ഹജ്ജ് അറഫ, അറഫയാണ് ഹജ്ജ്. അതിന്റെ പ്രധാനമായ
ഘടകം അവിടെ വെച്ച് തങ്ങൾ പ്രസംഗിച്ചു. ഹജ്ജുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നെഹ്റിന്റെ ദിവസം അന്നും തങ്ങൾ പ്രസംഗിച്ചു. അയ്യാമ തശ്രീഖിന്റെ ദിവസത്തിലും തങ്ങൾ പ്രസംഗിച്ചു. വിഷയം ഒന്ന് തന്നെ. എന്താ ചോദ്യം? സഹാബിമാരെ മുഴുവനും സംബോധനം ചെയ്തുകൊണ്ട് തങ്ങൾ ചോദിച്ചു, ഇന്ന് ഏതാണ് ദിവസം? അല്ലാഹു റസൂലുള്ളാഹി അലൈഹി. വേറെ പേരുണ്ടാവുന്ന ഞങ്ങൾക്ക് എഴുതിയത്, വേറെ പേരൊന്നുമില്ല. ഇതേതാണ് മാസം? അല്ലാഹു റസൂലുള്ളാഹി അലൈഹി. അല്ലാഹും റസൂലും അറിയാൻ ഞങ്ങൾക്കറിയില്ല, വേറെ പേരതിനില്ല. അത് ഹജ്ജ് മാസം തന്നെയാണ്. മാസത്തിന്റെ പേരും ദിവസത്തിന്റെ പേരും സ്ഥലത്തിന്റെ പേരും. ഇതേതാണ് സ്ഥലം? അല്ലാഹു റസൂലുള്ളാഹി അലൈഹി. പുതിയ വല്ല പേരുണ്ടാവുന്ന ഗതി, പുതിയ പേരൊന്നുമില്ല. ഈ ദിവസത്തിന്റെ പവിത്രത, ഈ മാസത്തിന്റെ പവിത്രത, ഈ സ്ഥലത്തിന്റെ പവിത്രത വെച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ കാലം, ഇന്നത്തെ രോഗം ഒരാവർത്തിയല്ല, ഒരു 100 ആവർത്തി ജനങ്ങൾ വായിക്കേണ്ടതാണ്. മക്കത്തിന്റെ പ്രാധാന്യം, ഹജ്ജ് മാസത്തിന്റെ പ്രാധാന്യം, പുണ്യമായ ഈ പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. അതിലേറെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതുപോലത്തെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പ്രധാനമാണ്, നിങ്ങളുടെ സമ്പത്ത് പ്രധാനമാണ് എന്നാ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൂടാ, ഒരാളുടെ സമ്പത്ത് അപഹരിച്ചുകൂടാ, ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൂടാ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് പറയാൻ 8 മിനിറ്റ്, ഏറിയ 10 മിനിറ്റ് മാത്രമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ പിന്നെയും പറഞ്ഞത് എല്ലാവരും കേട്ടില്ല. കേൾക്കാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി അടുത്ത് പറഞ്ഞത്. 1.5 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഇതുമായുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ സുഖമായി കേൾക്കാൻ സാധ്യമല്ല. പക്ഷേ കേട്ടവർ മിനിറ്റ് നേരങ്ങളെ കൊണ്ട് ഈ വിഷയം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. പക്ഷേ സഹാബിമാർ അതിൽ നിന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി പറഞ്ഞത് ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ്. അപ്പൊ ഈ രാജ്യത്തില്ലാത്തവർ, ഏതോ രാജ്യത്ത് താമസിക്കുന്ന സകല ആളുകൾക്കും ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണമെന്നാണ് മനസ്സിലാക്കിയത്. ബ്രിട്ടീഷുകാരായ ചില എഴുത്തുകാർ പറഞ്ഞു, അവരെ ഒട്ടകം ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു ആ ഭാഗത്തേക്കാണ് അവർ പോയത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത് ചൈനയിലേക്കാ, ചൈനന്റെ ഭാഗത്തേക്കാ. അദ്ദേഹത്തിന്റെ ഖബർ ഇന്ന് അവിടെയാണ്, അദ്ദേഹത്തിന്റെ പള്ളിയും അവിടെയാണ്. വഖാസികൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പരമ്പര ജിദ്ദയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോയ, തന്റെ കൂടെ പോയ കുറെ ആളുകൾ ഇങ്ങോട്ട് മടങ്ങി വന്നവരുണ്ട് എന്നർത്ഥം. അവരിന്നും വഖാസികൾ, ഗവർണർമാരായും അതുപോലെ ഉയർന്ന ഉദ്യോഗത്തിലുള്ളവരായും യൂണിവേഴ്സിറ്റി തലവന്മാരായും തന്റെ മക്കൾ ജിദ്ദയിൽ നിന്നും കാണുന്നു. ചൈനയിൽ മാത്രമല്ല, ചൈനന്റെ പരിസരങ്ങളിലും അവർ പോയി എന്നുള്ളതാണ് പുതിയ നമ്മുടെ അറിവ്. ഇപ്പൊ നടക്കുന്ന ബർമയിൽ നടക്കുന്ന പ്രശ്നബാധിതമായ സ്ഥലത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനായി ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന. ഏതായാലും ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ അതിന് സഹാബിമാർ തയ്യാറായി നടത്തും. എവിടെ വണ്ടി, എവിടെയാണ് വാഹനം, അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു പല കഷ്ണത്തിന്റെ മേലിൽ കയറി യാത്ര ചെയ്തവരുണ്ട്, വേറെ പല നിലക്കും യാത്ര ചെയ്തവരുണ്ട്. ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാ, നട്ടക്കെട്ട വണ്ടിയുണ്ട്. അങ്ങനെ പോയതാ. മാലിക് ദീനാർ തങ്ങൾ വന്നു. അവിടെ വന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ താമസമാക്കി കാസർഗോഡ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ധാരാളം സഹാബിമാർ വന്നിട്ടുണ്ട്. പയ്യന്നൂരിലുണ്ട്, കാസർഗോഡ് മാത്രമല്ല ഇസ്ലാമോടുണ്ട്.
പയ്യന്നൂരിനടുത്തുണ്ട് സഹാബിമാർ അല്ലെങ്കിൽ താബിയുകൾ. ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആരാ ക്ഷണിച്ചത്? ഇവിടെ ക്ഷണിച്ചു വരുത്തുന്നത് പല പള്ളികളിലേക്കും കോളേജുകളിലേക്കും ക്ഷണിച്ചു വരുത്തുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിമാരോ ആയിയോടാണ്. ഒരാളും ക്ഷണിക്കാതെയാണ് ഇവരൊക്കെ വന്നത്. എത്രയാ വന്നത്? 10,000 സഹാബിമാർ മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. 2,000-ഓളം സഹാബിമാർ അല്ലെങ്കിൽ അല്പം കൂടുതൽ മക്കത്തും പരിസരത്തുമായി. 5,000 സഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മിസറിൽ. മരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ല, അവിടെ പോയി ദീനീ പ്രബോധന പ്രവർത്തനം നടത്തി അതിനിടയിൽ മരണം സംഭവിച്ചു, വഫാത്തായി, ഷഹീദായി. അവരെ ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യപ്പെട്ടു. അങ്ങനത്തെ ആളുകൾ 5 ലക്ഷമുണ്ടോ എന്നാ പറയുന്നത്. കുഴപ്പബാധിതമായ ഇന്നത്തെ പ്രദേശം ഷാമിലും ഇതുപോലെ 12,000-ലേറെ സഹാബിമാരുണ്ട്. ഇറാഖിലും തുർക്കി അവിടെ 10-15ഓളം സഹാബിമാരുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അമേരിക്ക കണ്ടെത്തുന്നതിന് മുമ്പ് ആഫ്രിക്കന്റെ അങ്ങേ വറ്റം വരെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ സഹാബിമാരെത്തി ദീനെത്തിച്ചു കൊടുക്കാൻ വലിയ വലുവായ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ടെത്തിച്ചു കൊടുക്കണം. ആ ദൗത്യമാണ്, ഒരായത്തെങ്കിലും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് നമ്മുടെ മക്കൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് സനത് നൽകിയപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ, ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഞങ്ങളൊക്കെ സനത് വാങ്ങുന്ന സമയത്ത് കേരളത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടില്ല, അതിന്റെ സൗകര്യവും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കാലത്തിനടുത്ത് തന്നെ ഞങ്ങളെ കൂടെ പാസ്സായ ഒരാൾ ഫിജിയിലെത്തി, ആസറയിലെത്തി, അവിടെ തന്നെ താമസമാക്കിയിട്ട് ഷംസുല്ലമനോട് വന്ന് വണ്ടൂർക്കാരനാണ് ആൾ, അസംകുട്ടി മുസ്ലിയാർ, ഞങ്ങളെ കൂടെ പഠിച്ച ആളാ, മറലേശിയാ തങ്ങളിൽ ഞങ്ങളുടെയൊക്കെ കൂടെ. അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ തന്നെ നിന്നോടോ എന്നാ പറഞ്ഞു. അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അയാളോട്. അയാൾ പലപ്പോഴും ഇവിടെ വരികയും പോവുകയും നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം 1 വർഷം മുമ്പ് വഫാത്താവുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണിതനായി, നാട്ടിൽ വരാൻ തോന്നി, പോരാൻ കഴിഞ്ഞില്ല. രോഗമായി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന നിലക്ക് ശ്രമിച്ചു, അതും നടന്നില്ല. ശംസുൽ ഉലമ പറഞ്ഞതാണ്, അതെന്ന് വെച്ചാൽ അവിടെ തന്നെ വന്നോ. 6 മാസം മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മക്കളും കുട്ടികളും എല്ലാം അവിടെയുണ്ട്. അടുത്ത ദിവസം ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ദീനീ പ്രബോധന പ്രവർത്തന രംഗത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ലോകം മുഴുവൻ ഒത്തിമർത്തം. ആ സന്ദേശമാണ് എന്റെ സഹോദരന്മാരായ മക്കളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് ഇംഗ്ലീഷ് അറിയാത്തവരായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ മറ്റു പലരും. അതൊക്കെയാണ് ചെല്ലുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളതാണ്, മനസ്സിലായി കുറയുള്ളത്. ഇന്ന് അങ്ങനെ മനസ്സിലായിക്കോട്ടെ എന്ന നിലക്കല്ല, ശരിക്ക് പഠിപ്പിച്ചുകൂടിയാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തബ്ലീഗ്, എങ്ങനെയാണ് ഉറുദുവിൽ തബ്ലീഗ്, എങ്ങനെയാണ് മറ്റു ഭാഷകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി. കുറഞ്ഞ ഭാഷയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടുള്ള 3-4 ഭാഷ. പക്ഷെ നമ്മളാളുകൾ അവിടെ ചെന്നാൽ അവിടെയും അവിടുത്തെ ഭാഷയും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ദീനിന്റെ വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് ലോകം മുഴുവനും പല നിലയിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോ ഏകസിംഗിൽ കൂടുന്ന പറഞ്ഞ അയാൾക്കെന്റെ മുസീബത്ത്. അതിനെ സംബന്ധിച്ച് ഒരു ദിവസം പ്രസ്താവന വന്നാൽ നമ്മൾ പ്രസ്താവനയും വരും. അത് ശരിയല്ല, നമ്മൾ പറഞ്ഞു ശരിയല്ല എന്ന് പറയും. മുത്തലാഖിനെ സംബന്ധിച്ച വലിയ ചർച്ച. മുത്തലാഖ് എന്ന് പറഞ്ഞത് 1 തലാഖ് ചൊല്ലിയാലും 2 തലാഖ് ചൊല്ലിയാലും 3 തലാഖ് ചൊല്ലിയാലും അത്തരക്കാരായ ആളുകളുടെ ഭാഷയിൽ അതൊക്കെ മുത്തലാഖനെ, തലാഖന്നെ ചെല്ലാൻ പാടില്ല. ഇനിയുള്ള പ്രശ്നങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. ആ വരുന്ന സന്ദർഭത്തിൽ അതിനെ നേരിടണം, അത് പഠിക്കണം. അത് പഠിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പാടില്ല, നിങ്ങൾ അതും പഠിക്കണം. നമ്മളെ കൂട്ടെത്തുന്നവർ തന്നെ നിയമപണ്ഡിതന്മാരുണ്ടാവണം, വാസികളായ ആളുകളുണ്ടാവണം, ഫൈലിമാരുണ്ടാവണം, ഹുദവികളുണ്ടാവണം. കുറെ ആൾക്കാരായി ഇനിയും വരാൻ പോകുന്നു. പിന്നാലെ നിങ്ങളെ പിന്നാലെ
നിങ്ങൾക്ക് ഈ സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ സമൂഹമാണ്. ആ സന്തോഷത്തിൽ പങ്കെടുക്കാനാണ് അപ്പുറത്ത്, മതിലിന്റെ അപ്പുറത്ത്, മറക്കപ്പുറത്തിരിക്കുന്ന നമ്മുടെ സഹോദരിമാരും നിങ്ങളുടെ ബന്ധുക്കളും, ഇപ്പുറത്തിരിക്കുന്നവർ, ഈ സ്റ്റേജിന്റെ മുകളിലിരിക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ പലരും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരാണ്, സഹായിക്കാൻ മനസ്സുള്ളവരുമാണ്. ഒരാളുടെ ഭക്ഷണം ഒരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടാൾക്കും മതി, രണ്ടാളുടെ ഭക്ഷണം രണ്ടാൾക്കും മൂന്നാൾക്കും മതി. ഷഫീന റസൂലുള്ളാഹി, അതാ പഴയ കാലത്ത്. ഇന്നതിനൊക്കെ ഫണ്ടുകളായി, പല സൗകര്യങ്ങളായി. പഴയ കാലത്തൊക്കെ നമ്മുടെ പള്ളി ദർസുകളാണ് റസൂലുള്ള തുടങ്ങി വെച്ച ആ പള്ളി ദർസുകൾ ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ 100-ഉം അതിലേറെ ആളുകളും പഠിക്കുന്ന ദർസൊന്നുമുണ്ട്. ഇതൊക്കെ ദീനീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദീനീ തബ്ലീഗിനുള്ളതാണ്. ഇതിനെപ്പറ്റി ഓരോ സന്ദർഭങ്ങളിലും കാലത്തിനനുസരിച്ച് പഠിക്കാനും കാലത്തിനനുസരിച്ച് മനസ്സിലാക്കാനും ഓരോ കാലത്തിനനുസരിച്ചുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനും നിങ്ങൾക്ക് കഴിയണം. പല നമ്മുടെ ആളുകളും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ക്ഷണിക്കപ്പെടാത്ത വിഷയങ്ങളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടാത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് ശംസുൽ ഉലമയുടെ മക്കൾക്ക് പറയാൻ കഴിയും, ശംസുൽ ഉലമയുടെ പേരമക്കൾക്ക് പറയാൻ കഴിയും. ഉദവികളാണെങ്കിലും വാസുകളുമാണെങ്കിലും ഒക്കെ ശംസുൽ ഉലമയുടെ മക്കളില്ലെങ്കിൽ പേരമക്കൾ, അല്ലെങ്കിൽ പേരമക്കളുടെ മക്കൾ. ഖിയാമത്ത് നാൾ അത് നിലനിൽക്കും. ആ ദൗത്യമാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അവരുകൾ പട്ടിക്കാട് ജാമിഅ നൂരിയ സ്ഥാപിച്ചു. ആ ദൗത്യം നിർവഹിക്കപ്പെട്ടു ലോകത്തിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, അതാണ് ശരിയായ മാർഗം, നമുക്കൊക്കെ അറിയാം. അതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. മാറ്റമില്ലാതെ ഈ മെസ്സേജ് എത്തിക്കണം. അക്കോർഡിംഗ് ടു റസൂൽ, ചേംബേഴ്സിന്റെ ഡിക്ഷണറിയിൽ സുന്ന അല്ലെങ്കിൽ സുന്നി എന്നതിനെ പറ്റി പറഞ്ഞ പരിഭാഷ അക്കോർഡിംഗ് ടു എങ്ങനെ വന്നു അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അത് മാറ്റാനായിട്ട് കോടതിയിലെ ജഡ്ജിമാരോ അല്ലെങ്കിൽ വേറെയുള്ള ആളുകളോ അതിന് മെനക്കെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, നമ്മൾ പറയുന്നതിന്റെ മുമ്പ് തന്നെ, ഷാബാനു കേസിന്റെ മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. ഷാബാനു കേസ് വരുന്നതിന് മുമ്പ് എന്താ വിധി? ഓരോ മതത്തിന്റെ ആളുകളും, മുസ്ലിംകാരിന് മാത്രമല്ല, ആ മതത്തിന്റെ ആളുകൾ അവരുടെ മതത്തിന്റെ കാര്യങ്ങൾ പറയാൻ, ആധികാരികമായി അത് പറയാൻ കഴിവുള്ളവർ അവരുടെ പണ്ഡിതന്മാരാണ്. ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ പണ്ഡിതന്മാർക്കാണ് മതത്തിന്റെ കാര്യം പറയാനുള്ള അധികാരം. സുപ്രീം കോടതി ചൊല്ലു. അപ്പൊ ആ നിലക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഓരോ സന്ദർഭത്തിലും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് എത്ര കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു വരുന്നുണ്ട്, ചർച്ച ചെയ്താൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ആ ഒരു നിലക്കുള്ള ഒരു മലക്കയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മലക്ക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നീന്തക്കം പഠിച്ചിട്ടുണ്ടാവില്ല. നീന്താൻ പഠിച്ചിട്ടില്ലെങ്കിലും എവിടെ ചെന്നാലും എങ്ങനെ നീന്തണം എന്നതിനെ സംബന്ധിച്ച് പെട്ടെന്ന് വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു അഭ്യാസം, അതാണ് മലക്ക. ഒരു ചെറിയ ഉദാഹരണം, അങ്ങനെ വേറെ പലതും കിതാബിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ നിലക്ക് ഈ വിഷയത്തിൽ ഒരു മലക്കങ്ങൾക്ക് ഉണ്ടാവണം, നമ്മുടെ മക്കൾക്കുണ്ടാവണം, പൈലിമാർക്കുണ്ടാവണം, വാഫിമാർക്കുണ്ടാവണം, ഉദവിമാർക്കുണ്ടാവണം. ഉസ്താദിന്റെ പൊരുത്തും മറ്റു കുറച്ചുണ്ടായാൽ ഞാൻ ഏതും ദർശനത്തെന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ തീർച്ചയായും ഈ നിരക്ക് നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾക്ക് ഭക്ഷണം നൽകി, നിങ്ങൾക്ക് സൗകര്യം നൽകി, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അല്ലാഹു നിലനിർത്തി പെരുമാറാട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോ ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം, പ്രാപ്തി വേണം. പിന്നെ എല്ലാത്തിലേറെയും അദബ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും വിടാൻ പാടില്ല, മുതഅല്ലിമീങ്ങൾ പ്രത്യേകിച്ചു. ശംസുദ്ദീൻ എപ്പോഴും പറയുന്നുണ്ട്, ബുഖാരി തുടങ്ങുന്ന സന്ദർഭത്തിൽ അദബിനെ സംബന്ധിച്ച് പറയും, അവസാനം വരെ പറയും. അദബ്, ബദ്, ദൗബ്, ഇത് മൂന്നും മാപ്പ ഒന്നാണ്. ആ മൂന്നും കൂടി കൂടുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. അച്ചടക്കം വേണം, അദബ് വേണം, തുടക്കം മുതൽക്ക് തന്നെ അത് വേണം, അവസാനം വരെ അത് നിലനിൽക്കുകയും ചെയ്യണം. ഞാൻ വല്ലതിനുമായി, എനിക്ക് സനതൊക്കെ കിട്ടി, എനിക്ക് കോട്ടൊക്കെ കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാത്തിനുമായി വിചാരിക്കാൻ പാടില്ല. അവിടെയാണ് ഈ മര്യാദ അവസാനം വരെ നിലനിൽക്കേണ്ടത്.
ആ നിലക്ക് വളരെ ഭംഗിയായ നിലയിൽ നിങ്ങളിൽ നിന്ന് എന്താണോ നിങ്ങളെ രക്ഷിതാക്കൾ ആഗ്രഹിച്ചത്, നിങ്ങളിൽ നിന്ന് എന്താണോ നിങ്ങളെ കമ്മിറ്റിക്കാർ ആഗ്രഹിച്ചത്, അത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അത് പോരാ, അതിന്റെ അപ്പുറത്ത് കുറച്ചും കൂടി കൊടുക്കാൻ കഴിയണം. സാമാന്യ ഒരു മുദരിസാവണമെന്നാണ് കരുതിയത്. നിങ്ങളൊരു മുദരിസാവണം, ഒരു നിയമപണ്ഡിതനുമാണ്. നിങ്ങളെ പഠിപ്പിച്ച ഭാഷ നാനാണെങ്കിൽ നിങ്ങൾ ചൈനയിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷയും അറിയണം. അത് വലിയ പണിയൊന്നുമില്ല. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവർക്ക് ഫ്രഞ്ച് ഭാഷ അറിയുമായിരുന്നു. ആരാ ഫ്രഞ്ച് ഭാഷ പഠിപ്പിച്ചത്? ഇവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു, കുറച്ച് അറബിയും പഠിച്ചു, ബാക്കിയുള്ളത് അവിടുന്ന് പഠിച്ചു. പക്ഷേ ഫ്രഞ്ച് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു തങ്ങൾക്ക്. ഫ്രഞ്ച് ആ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെയും ഔദ്യോഗികമായ ഭാഷയായിട്ടുണ്ട് പല കാലങ്ങളിലും. ഇന്നും ഫ്രഞ്ച് അവിടെ സംസാരിക്കുന്നു. അതുപോലെ ലോകത്തുള്ള മിക്കവാറും റെക്കോർഡുകളും രേഖകളും കരാറുകളും എഴുതുന്ന ഫ്രഞ്ചിലാണ്. അറബിന്റെ മാതിരി ഒരു പദത്തിന് 10 അർത്ഥം ഉണ്ടാവില്ല. ഒരു പദം അതിനൊരർത്ഥം, ഒരു പദം അതിനൊരർത്ഥം. അപ്പൊ കരാർ എഴുതാൻ നല്ലതാ. അന്തർദേശീയ തലങ്ങളിൽ രാഷ്ട്രാന്ത കരാറുകൾ എഴുതപ്പെടുന്നത് മിക്കവാറും ഫ്രഞ്ചിലാണ്. അപ്പൊ എന്നതുപോലെ അതും പഠിക്കണം. അവിടെ ചെല്ലുമ്പോൾ അതും പഠിക്കണം, ചൈനയിൽ ചെല്ലുമ്പോൾ അതും പഠിക്കണം. നമ്മുടെ നാട്ടിൽ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഷയും 300 ഭാഷ. ഏത് ഭാഷയെ പഠിപ്പിക്കുക? 300 മതം. ഏത് മതം പഠിപ്പിക്കുക? ഒരു ഭാര്യ വേണമെന്നുള്ള ആൾക്കാർ, 2 ആൾക്കൊരു ഭാര്യ, 5 ആൾക്കൊരു ഭാര്യ. ഇത് ഒരു നിയമം നടപ്പാക്കുക. ഏത് നിയമം നടപ്പാക്കുക? അപ്പൊ അതുകൊണ്ട് അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് ഇന്നലെയും പറഞ്ഞു, 4 ദിവസം മുമ്പും പറഞ്ഞു, ഇനിയും പറയാൻ തയ്യാർ. നിങ്ങൾ തയ്യാറാണ്? ശംസുൽ ഉലമ നമ്മളെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച കാര്യങ്ങൾ ശംസുൽ ഉലമയുടെ പേരമക്കൾ നിങ്ങളെ ഏൽപ്പിച്ചു. അത് ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദൗത്യം ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ആരൊക്കെ പറഞ്ഞു എന്നും അറിയില്ല, എങ്ങനെയൊക്കെ ഇനി ആരൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പിന്നാക്കം നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും പേര് പറയാതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. പഴയ കാരണന്മാർ പറയും, അവനാണ്ടാണോ? അവനാന് തന്നെ സ്വന്തം ആ കഴിവ് നേടാനുള്ള കഴിവ്, അതിന്റെ പ്രാപ്തി ഉണ്ടായിത്തീരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, നിർത്തുകയാണ്. ഖൈറുൽ കലാമി കല്ലബദല്ല. കുറച്ച് പറഞ്ഞാൽ മതി. ആ പറഞ്ഞതുകൊണ്ട് തന്നെ മുഴുവനും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടും. കടിയത്ത് ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഖൈറുൽ കലാമി കല്ലബദല്ല. കുറച്ച് പറഞ്ഞാൽ മതി. ഈ സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമായി കാണുകയാണ്. പലപ്പോഴും പറയാറുണ്ട്, അറബികളൊക്കെ പറയും, റുബമായ കൂനുൽ ഹുദൂറു ഖൈറുൻ മിനൽ മുഹാവറ. പ്രസംഗിക്കുന്നതിനെക്കാണ് മെച്ചമാണ് സദസ്സിൽ വന്നു ചേരുന്നത് എന്ന് പറയാൻ പറ്റുമോ? ക്ഷീണുണ്ടാവുമെന്ന് അറിയില്ല. അവിടെ എത്തിയപ്പോ തന്നെ ക്ഷീണിച്ചു പോയി. 1 മണിക്കൂർ കൊണ്ട് മണ്ണാർക്കാട്ട് നിന്ന് അട്ടപ്പാടിയിലെത്തിയത്, മുക്കാലി. അവിടുന്ന് പിന്നെ അങ്ങോട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ 1 മണിക്കൂർ. മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ പോന്നിരിക്കുന്നു. 1 മണിക്കൂറായി മണ്ണാർക്കാട്ടത്ത്. 3/4 മണിക്കൂറിനോട് ഇവിടെ എത്തിച്ചു. നിങ്ങളോടൊപ്പം വന്നെത്താൻ കഴിഞ്ഞതിൽ, ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, ഈ മഹാന്മാരോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി ഖിദ്മത്തിനും ദീനി ദഅവത്തിനും ദീനി തഅലീമിനും നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. നിങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല ഒരു ആയുധം നിങ്ങളുടെ മുമ്പ് കിട്ടിയിട്ടുള്ളത് അത് ഇൽമാണ്. ആ ഇൽമിലേക്കാണ് അല്ലാഹു തആല അമ്പിയാക്കന്മാരെ തെരഞ്ഞെടുത്തത്. അതേ അമ്പിയാക്കന്മാരെ തെരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് ഉലമാക്കന്മാരെയും അല്ലാഹു തെരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ചെയ്യും എന്ന കരാർ വാങ്ങിച്ചതിന് ശേഷമാണ് അമ്പിയാക്കന്മാർക്ക് തുക കൊടുത്തുള്ളത്. അതുപോലെ തന്നെയാണ് ആലിമീങ്ങളായ നിങ്ങളും ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അല്ലാഹു ആലിമീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാവരെയും പെടുത്തി തരുമാറാവട്ടെ. ദീനി ഖിദ്മത്തിന് സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ സഹായിക്കുന്ന ധാരാളം ആളുകൾ, എല്ലാ നിലയിൽ സഹായിക്കുന്നവർ, അവർക്കൊക്കെ അവരാഗ്രഹിച്ചതുപോലെയുള്ള പുണ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളുടെ ഗുരുനാഥന്മാരെയും രക്ഷിതാക്കളെയും ഈയിടെ നിര്യാതരായ ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ മുഹമ്മദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാരും അതുപോലെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയും അവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരാണ്. അവർക്കൊക്കെ അല്ലാഹു ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മളും അവിടെ എത്തിച്ചേരും.
ഇന്നില്ലെങ്കിൽ നാളെ. നെടുമ്പന പോകുമ്പോ കുറുമ്പനെ നെടുമ്പന. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്കൊക്കെ ആ പദവികൾ കിട്ടണമെന്ന് അല്ലാഹു എത്തിച്ചു തരുമാറാവട്ടെ. ഇൽമിന്റെ കാര്യത്തിൽ മുന്നോട്ട് വരുന്ന ഒരാളെയും അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.